ശൈത്താൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഒരു തലാഖ് സംഭവിക്കുമ്പോഴാണ്. ആ തലാഖ് സംഭവിക്കുന്ന സമയം ഈ ഇബ്ലീസിന് വലിയ സന്തോഷം, അല്ലാഹുവിന്റെ അർശ് പോലും കുലുക്കുന്ന. അതുകൊണ്ടാണ് ഞാൻ പള്ളിക്കാരോട് പറഞ്ഞ തലാഖിന്റെ കാര്യത്തിൽ തലയിട്ടേക്കറിയുന്നത്. കാരണം എന്ത്? അത് അള്ളാന്റെ അല്ലാഹുവിന്റെ അദാബിറങ്ങുന്ന കാര്യങ്ങളാണ്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നിങ്ങളപ്പ ചോദിക്കും, ഉസ്താദ് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? പെണ്ണുപിള്ള എന്ത് കാണിച്ചാലും ക്ഷമിച്ചും സഹിച്ചും ജീവിക്കണം അല്ലേ? ചിലരുടെ നോട്ടം കാണുമ്പോ, ചില പെണ്ണുങ്ങൾ ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോ ബന്ധുപിടിയേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. ഇപ്പോഴും അള്ള പറഞ്ഞെന്നറിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എടാ നിന്റെ ഭാര്യ എത്ര കൊള്ളാത്തവളാണെങ്കിലും എത്ര മോശക്കാരിയാണെങ്കിലും പറ്റുമെങ്കിൽ നീ അവൾക്കൊരു അവസരം കൊടുക്കുക, അവളുടെ കൂടെ ജീവിക്ക്. നിനക്ക് അയ്യൂബ് നബിയുടെ പ്രതിഫലം അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവിടെ നിന്ന് പറഞ്ഞത്, ഭാര്യയുടെ പീഡനം, അവളുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും എല്ലാം നീ അങ്ങ് ക്ഷമിക്ക്. നിനക്ക് എന്തിനും അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രതിഫലം അല്ലാഹു സ്വർഗ്ഗം തരുമെന്ന് നബിയിന റസൂലുള്ളാഹി. അതുപോലെ തന്നെ പെണ്ണിനോടും പറഞ്ഞു, ഭർത്താവ് അല്ലാഹുവേ 2-3 മക്കളായി പോയി, കുടിയന, അടിക്കും ബഹളമാണ്, സമാധാനമില്ല, എന്ത് ചെയ്യാൻ ഉസ്താദ്? ക്ഷമിക്കും മക്കളെ, അല്ലാഹു നിനക്ക് ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവി റളിയല്ലാഹു തആല. ഫിർഔൻ ആരാന്നറിയാലോ? അവന്റെ ഭാര്യയായിരുന്നു ആസിയ ബീവി. ആ ആസിയ ബീവിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിച്ച് ജീവിക്കുന്ന ഭാര്യയ്ക്ക് അല്ലാഹു കൊടുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ടവർ, അങ്ങനെ ആ ഭാര്യയും ഭർത്താവും അങ്ങനെ ആകണം. സ്നേഹവും എല്ലാ കാര്യങ്ങളും. എന്റെ കുടുംബ ജീവിതത്തിന് അടിയുമ്പോ ചട്ടിയും കരവാകുമ്പോ തട്ടിയും മുട്ടിയും കിടക്കും, അത്ര തന്നെ. പക്ഷെ അതൊക്കെ 1 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനം, ഇത്രയേ ഉള്ളൂ. പക്ഷെ അതിങ്ങനെ പെരുപ്പിച്ചുകൊണ്ട് അവസാനം തലാഖ് വരെ എത്തുന്ന ജീവിതമായി ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും